വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് വർക്കും പിന്നെ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിപ്പോൾ രാവിലെ തന്നെയുള്ള സ്കൈൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ അതാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ അത്യാവശ്യം കുറച്ച് വെളിച്ചമുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര മഴയും മൂടിയ പോലെയൊക്കെയാണ് ഉണ്ടാവൽ. ഇന്ന് പക്ഷേ അത്യാവശ്യം കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ റൂമിൽ വന്നിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പ്ലാനറിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും കാണിക്കാത്തതാണ് കേട്ടോ. ഇപ്പോൾ എന്നും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നും ഇതന്നെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചില ദിവസം കാണിക്കൂല, ചില ദിവസം കാണിക്കും, അങ്ങനെയാണ്. ഞാൻ എല്ലാ ദിവസവും ഇതിൽ മാർക്ക് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സിൽ അങ്ങനെ ആയിട്ട്. അപ്പോൾ അത് എല്ലാം ഒന്നും കാണിക്കലില്ല എന്നുള്ളൂ. അങ്ങനെ വലിയ കാര്യത്തിൽ പെന്നൊക്കെ എടുത്ത് എഴുതാൻ വേണ്ടി നോക്കിയപ്പം പെന്ന് മഷി തെളിയണില്ല. ഇതിൽ മഷി ഉണ്ട് കേട്ടോ, കാരണം ഞാൻ പുതിയ വാങ്ങിയിട്ടുള്ള പെന്ന് അധികം യൂസ് ചെയ്തിട്ടും കൂടല്ല. അപ്പോൾ ഞാനിത് തെളിയും എന്നുള്ള വിശ്വാസത്തിൽ കുറച്ചൊക്കെ വരച്ച് നോക്കി. നമ്മളിങ്ങനെ കുറച്ച് കുത്തി വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തെളിയുമല്ലോ. പക്ഷേ എന്ത് കാട്ടിയിട്ടും മഷി വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേറൊരു പെണ്ണെടുത്ത് എഴുതുകയാണ്. ഇപ്പം ഞാൻ എഴുതണ ഈ ഒരു പിങ്ക് പെണ്ണുണ്ടല്ലോ, ഇത് ഡോംസിൻ്റെ നോർമൽ ബ്ലൂ ഇങ്കാണ് കേട്ടോ, 5 രൂപേൻ്റെ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ സെയിം പ്രൈസ് റേഞ്ചിലുള്ള ഒരു ബ്ലാക്കും കൂടെ വാങ്ങിയതായിരുന്നു. അതാണിപ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതാനെടുത്തത്. പക്ഷെ സത്യം പറഞ്ഞാൽ അപ്പോൾ എന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ. വാങ്ങി യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. ഇനി ഇപ്പോൾ ഇതാ ഇങ്ങനെയായി. അങ്ങനെ പ്ലാനറിൽ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലോണം വാഷ് ചെയ്ത് അതിൽ തിരിച്ച് വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഈ ഉഴുന്നിട്ട ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലിയും പിന്നെ ഈ ഒരു വൈറ്റ് ചട്നി ഉണ്ടല്ലോ അതും. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഭയങ്കര കോംബോ ആണല്ലോ, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ ഒരു വൈറ്റ് ചട്നി കൂട്ടി കഴിക്കണതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി ഉണ്ടാക്കിയതുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചായ എടുത്തിട്ടില്ല, കാരണം രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ പോയ സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് ഇന്ന് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. പക്ഷെ അത് അത്യാവശ്യം കുറച്ചധികം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ കാണുന്ന മോഡലാണ് കേട്ടോ എനിക്ക് ചെയ്യാനുള്ളത്. ഇത് ഞാൻ തന്നെ ഒരു 2 വർഷം മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോർമൽ എക്സ്പ്ലോഷൻ ബോക്സ് അല്ല, ടവർ എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. കുറച്ച് ഹൈറ്റിൽ നിൽക്കും, നമ്മളിങ്ങനെ പുള്ളയും തോറും ഹൈറ്റിൽ ഇങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം പണിയുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ ബേസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത്. കാരണം ബേസ് ചെയ്യാനാണ് കുറച്ച് പണി. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പിന്നെ ലാസ്റ്റ് ഒന്നിനും പറ്റില്ല. കാരണം ഓരോന്നും ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അങ്ങനെ ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഏതിൻ്റെങ്കിലും ഒരളവ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പിന്നെ കഴിഞ്ഞ്. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കി നല്ല സമയം എടുത്ത് ചെയ്തു വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഷെയർ ചെയ്യുമെന്ന് ഒരു കമൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷെയർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊരു 3 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ അന്നൊക്കെ ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല. പിന്നെ ഇനിയും വെയിറ്റ് ചെയ്താൽ ലേറ്റ് ആവുമല്ലോ എന്നുള്ളതുകൊണ്ട് ഇന്നലെ രാത്രി പിന്നെ ഞാൻ ഇരുന്നിട്ട് ഇതിൻ്റെ ബേസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഓരോ ലെയറും പാറ്റേൺ പേപ്പേഴ്സ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ടും ബേസിൻ്റെ പണി തീർക്കണം. അതായത് ആ ഒരു ബോക്സ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യണത്. ഈ പാറ്റേൺ ഷീറ്റ്സും ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ രാവിലെ ഇന്ന് നല്ല വെളിച്ചമുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴ മൂടിയിട്ട് ആ വെളിച്ചമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഇരുട്ട് മൂടിയ പോലെ ആവുമല്ലോ, അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ സമയം ആയതുകൊണ്ട് തന്നെ എൻ്റെ റൂമിലേക്ക് വെളിച്ചം അങ്ങനെ വരില്ല. കാരണം എൻ്റെ റൂം നിൽക്കുന്നത് ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ വെളിച്ചം ഉണ്ടാവുക, രാവിലെ ഓപ്പോസിറ്റ് സൈഡിലല്ലേ. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ നേരത്ത് വലിയ വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പുറമെ ഈ മഴ മൂടി നിൽക്കണോണ്ട് ഒന്നും കൂടി ഇരുട്ട് മൂടിയ പോലെയാണ്.
പിന്നെ വേണമെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ കൊടുക്കാം, പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ല പകൽ ഈ ഒരു ലൈറ്റ് ഇട്ടിട്ട് എടുക്കണത്. അപ്പോൾ അതിൻ്റെ ഷാഡോ ഒക്കെ വന്നിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഉള്ള വെളിച്ചത്തിൽ ഞാൻ അങ്ങനെ ഇതൊക്കെ ചെയ്യുകയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ടൈപ്പാണ് ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് എന്നുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു 2 വർഷം മുന്നെയാണ് ഞാനിത് ലാസ്റ്റായിട്ട് ഉള്ളതെന്ന്. അപ്പോൾ അത് ആ ഒരു പേർപ്പിളാണ്. അതിൻ്റെ മുന്നേ ഞാനൊരു റെഡ് തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ക്രാഫ്റ്റ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു 5 മാസം 6 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ അന്നെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു വർക്ക് കിട്ടിയണമെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ്. കാരണം ഇൻസ്റ്റയിലൊന്നും നമുക്ക് അത്ര ഫോളോവേഴ്സ് ഇല്ല, പിന്നെ അറിയാത്തവരും ഓർഡർ തരില്ല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. യൂട്യൂബിലാണെങ്കിലും ഞാനിങ്ങനെ ട്യൂട്ടോറിയൽസൊക്കെ ഷെയർ ചെയ്ത് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഡറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിക്കേണ്ട അവസ്ഥയിനു. കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എപ്പോഴെങ്കിലല്ലേ ഓരോ ഓർഡറൊക്കെ കിട്ടുള്ളൂ. പിന്നെ അന്ന് ഈ പോളറോയിഡ്സും റിംഗ് ആൽബവും നല്ലായിരുന്നു. ഇതേപോലത്തെ എക്സ്പ്ലോഷൻ ബോക്സോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്സോ അങ്ങനെയൊക്കെയാണ്. അത് രണ്ടും എനിക്ക് കൂടുതലും, ഫ്രെയിംസും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എൻ്റെ അനിയത്തിൻ്റെ ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി, ഓളെ ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ കസിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്, വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ മോഡൽ കോല് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിന് മുന്നേ അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പോലെ തന്നെ ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് കല്യാണം. എനിക്ക് ഈ ഓർഡർ കിട്ടണത്, അതായത് ഇന്ന് കോൺടാക്ട് ചെയ്യണത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്, ഒരു വൈകുന്നേരം ആവാനായ സമയത്തുമാണ്. നിങ്ങൾക്കറിയാമല്ലോ എത്ര സമയമുണ്ട് ചെയ്യാനുള്ളത് എന്ന്. ഒന്നെങ്കിൽ എനിക്ക് ശനിയാഴ്ച രാത്രി കംപ്ലീറ്റ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കണം, അതെന്തായാലും നടക്കില്ല കാരണം ഇത്രയും പണിയുണ്ടല്ലോ. അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ഓരോ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. വീടും കുറച്ച് അത്യാവശ്യം ദൂരെയാണ് കേട്ടോ. ആനക്കായി ആയിരുന്നു, മഞ്ചേരിയിൽ നിന്ന് ആനക്കായം അറിയണവർക്ക് അറിയാമല്ലോ എത്ര പോകണം എന്നുള്ളത്. കുറച്ചുള്ളൂ, എന്നാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകാണ്ട്. പക്ഷേ ഇത്രയും റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഞാൻ ഓർഡർ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ എന്തായാലും ചെയ്തുതരാമെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു ഓർഡർ കിട്ടുള്ളൂ. അതും ഇങ്ങനത്തെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഓർഡർ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര കാര്യമല്ലേ, കുറേ ചോക്ലേറ്റ് പോയി വാങ്ങുക, അതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം തന്നെ ഫോട്ടോസും ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ട് പിന്നെ പ്രിൻ്റ് എടുക്കാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ വേണ്ടി പോയി. അങ്ങനെ പിന്നെ മഞ്ചേരി പോയിട്ട് അതെല്ലാം വാങ്ങി കഴിഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ ശേഷം വേഗം ഓരോന്ന്, അപ്പം തന്നെ മഗ്‌രിബിൻ്റെ സമയം ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നുള്ളൊരു കോമഡി, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. കാരണം സാധാ എക്സ്പ്ലോഷൻ ബോക്സ് അല്ലല്ലോ, അതൊന്നും അറിയാതെയാണ് ഞാൻ വലിയ ആളായി ഓർഡർ ഏറ്റെടുത്തത്. പക്ഷേ എനിക്കതിൽ വലിയ റിഗ്രറ്റൊന്നും ഇല്ല, കാരണം അങ്ങനെ തന്നെയല്ലേ പഠിക്കുള്ളൂ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം സൃഷ്ടി പാട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇതേപോലത്തെ എക്സ്പ്ലോഷൻ ബോക്സ്, കാർഡ്സ്, അങ്ങനത്തെ ഈ എക്സ്പ്ലോഷൻ ബോക്സിൽ വെക്കുന്ന കുറേ വെറൈറ്റി ടൈപ്പ് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഈ പേപ്പർ ക്രാഫ്റ്റാണ് മെയിൻ. അതൊക്കെ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. ഞാൻ പണ്ട് തൊട്ടേ കാണലുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടേ ഈ കാർഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളൊരു ചാനലാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് പിന്നെ ഞാൻ അന്ന് ബേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതിൽ കാണിക്കുന്ന പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ല രീതിയിൽ പാളിപ്പോയി. വിചാരിച്ച പോലെയൊന്നും വന്നില്ല കേട്ടോ. ആ ബോക്സിൻ്റെ ലിഡും അതൊന്നും കറക്റ്റ് സൈസ് ആയില്ല, ബോക്സിക്ക് ലിഡ് കൊള്ളണില്ല, അങ്ങനത്തെ കുറേ പ്രശ്നമൊക്കെ. പിന്നെ രണ്ടാമതും ഞാൻ ഓരോന്നും സമയം എടുത്ത് വരച്ച് ചെയ്തപ്പോൾ ഓക്കെ ആയി. അങ്ങനെ പിന്നെ ഞാൻ വൈകുന്നേരം ഇരുന്നിട്ട് രാത്രിയും എല്ലാം ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. കാരണം രാവിലെ കൊടുക്കൽ നിർബന്ധമാണ്. രാവിലെ എൻ്റെ കാക്കു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടിമേൽ പോയിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുക. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എന്തായാലും ചെയ്ത് തീർക്കണം. അങ്ങനെ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഏകദേശമൊക്കെ ഒരു 3/4 ഭാഗത്തോളമായപ്പോൾ കോഴി കൂണ സൗണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വൈകുന്നേരം ഒരു രാത്രി നേരത്തെ തുടങ്ങിയതാണല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഫുൾ ഡേ ഉറക്കൊഴിക്കണത് അന്നാണ് കേട്ടോ. SSLC എക്സാമിന് പോലും ഞാൻ ഇങ്ങനെ SSLC മാത്രമല്ല വേറെ ഏതൊരു എക്സാമിനോ എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും, ഇപ്പോൾ എവിടേക്കെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിലോ കല്യാണമോ അങ്ങനെയൊക്കെ നമ്മൾ തലേന്ന് ഉറങ്ങാതിരിക്കുമല്ലോ. ഞാനങ്ങനെ ഉറക്കൊഴിച്ചിട്ടൊരു പരിപാടിക്കും പോലില്ല. പക്ഷേ അന്ന് ഞാൻ ഫുൾ ഡേ ഉറങ്ങാതിരുന്ന് ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ എൻ്റെ വർക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മൾ സമയം നോക്കുക അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ഫുൾ ഫോക്കസും ഇതിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്ഷീണമോ ഒന്നുമില്ല. ഇനി ഫസ്റ്റായിട്ട് അങ്ങനെ അത്രയും വലിയൊരു വർക്ക് ചെയ്യണതിൻ്റെ ഒരു ഇഷ്ടം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കോഴി കൂവിയപ്പോഴാണ് കേട്ടോ പഠിച്ചോനെ നേരം വെളുത്തോന്ന് തന്നെ തോന്നി ക്ലോക്ക് നോക്കിയത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ പോയിട്ട് ചായയൊക്കെ കുടിച്ച്
പിന്നെ ഒന്ന് ഫ്രഷ് ആയപ്പോത്തിന് ഇത് കൊണ്ടേ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കാക്കും കൂടെ ബൈക്കിൽ പോയിട്ടൊക്കെ കൊണ്ടേ കൊടുത്ത് അങ്ങനെ പിന്നെ തിരിച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കഥയൊക്കെ എന്തിനാ അപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് എന്താണ് എന്തിനാ പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അങ്ങനെ എനിക്ക് എന്തോ ഈ എക്സ്പ്ലോഷൻ ബോക്സിന് ഇപ്പോൾ ആ 2 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയപ്പോൾ എനിക്ക് ആ പഴയതൊക്കെ ഞാൻ ഫസ്റ്റ് ഓർഡർ ഇല്ലാതെ തന്ന സമയവും പിന്നെ ഇങ്ങനത്തത് ഇത് കിട്ടിയപ്പോഴുള്ള ഹാപ്പിനെസ്സും അതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെയാണ് എനിക്ക് ഈ ഒരു വർക്ക് കിട്ടിയപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങളിലിപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ വലിയ ഓർഡേഴ്സ് ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഓർഡേഴ്സും അത് കിട്ടുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്സും പിന്നെ നമുക്ക് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടേ കാരണം നമ്മൾ ചെയ്തു കൊടുക്കുക. എത്രയും നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക അത്രയും നന്നായിട്ടില്ല നമ്മൾ ഫസ്റ്റ് കിട്ടണം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഫസ്റ്റ് എന്നല്ല നമ്മൾ ലൈഫ് ലോങ് അങ്ങനെ തന്നെ വേണം. പക്ഷെ എന്നാലും ആദ്യം നമുക്ക് ഓർഡർ ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചിലവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ വെറുതെ നിങ്ങളോട് പറഞ്ഞു എന്നുള്ള ബോറടിച്ചിക്കണമെന്നുണ്ടെങ്കിൽ സോറി. പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ റെഡി ആവണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ മാത്രമല്ല എപ്പോഴും റിസ്ക് എടുക്കാൻ ലൈഫിൽ റെഡി ആവണം. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചധികം റിസ്ക് എടുക്കേണ്ടി വന്നാലും ഓക്കെയാണ്. കാരണം അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. എന്നാലേ നമ്മൾ പിന്നെ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഇതിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് റിസ്ക് എടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതൊക്കെ ഏത് മേഖലയിലാണെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഈ ഒരു ടൈപ്പ് എക്സ്പ്ലോഷൻ ബോക്സിൽ ഉറക്കം തുടങ്ങിയതാണ്. അതിൻ്റെ ശേഷം പിന്നെ കുറേ ദിവസം കുറേ പ്രാവശ്യം ഞാൻ ഉറക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫുൾ ഡേ ഉറക്കം ഒഴിവാക്കി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും 3 മണി 4 മണി 2 മണി വരെയൊക്കെ ഇങ്ങനെ ഓരോ വർക്ക് വരുമ്പോഴൊക്കെ ഉറക്കം വെച്ചിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ വർത്താനം പറയണതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇരുട്ടാണെന്ന്. അപ്പോൾ നല്ല ഇരുട്ടായിട്ട് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ പിന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടാവുക. അത് കാണുമ്പോൾ ഇപ്പോൾ ഒരു ടവർ പോലെയല്ലേ, അതുകൊണ്ടാണ് ഇതിന് ടവർ എക്സ്പ്ലോഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിലെ ചോക്ലേറ്റ്സും ഫോട്ടോസൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും കാണാൻ. ഇത് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. പിങ്ക് തീമിലും കൂടെ ചെയ്തുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല, പിങ്ക് തീമിൽ ചെയ്ത് കഴിഞ്ഞത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിങ്കിൻ്റെ ഫേവറേറ്റ് കളറൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഈ ക്രാഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പം എന്തെങ്കിലും വർക്കൊക്കെ പിങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്കിഷ്ടമാണ് കാണാൻ. അങ്ങനെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് കേട്ടോ താഴെ ഫ്ലോറിൻ്റെ അവസ്ഥ. ഫുൾ ഇത് കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ പീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഞാനൊന്നും ക്ലീൻ ആക്കാൻ നിൽക്കണില്ല. കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് തീർക്കേണ്ട അത്യാവശ്യം കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ. ഞാൻ ഇന്ന് കറി ഉണ്ടാക്കാമെന്ന് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ മീൻ വാങ്ങിയപ്പം എന്തോ കൂന്തളാണ് കേട്ടോ. നമ്മളിവിടെ കൂന്തൽ എന്ന് പറയും, കണവ എന്നൊക്കെ പറയില്ലേ, ആ ഫിഷാണ്. അപ്പോൾ അത് ഞാൻ കുക്ക് ചെയ്യാൻ രാവിലെ തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഉമ്മയുടെ മാറ്റുമ്പോൾ വേറെ പണിയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കണം. പിന്നെ ഉച്ചയാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ ഇതിന് എന്തായാലും റെഡിയാക്കും വേണമല്ലോ. അപ്പോൾ ഇത് ഈ എക്സ്പ്ലോഷൻ ബോക്സൊക്കെ ചെയ്യുമ്പോൾ കൈമേൽ ഫുൾ പശീകാരം. അപ്പോൾ ഈ ഫെവിക്കോള് ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിപാടി ഫുൾ തീർത്തിട്ട് ഞാൻ അടുത്തേക്ക് അത് കഴുകിയിട്ടുള്ള പരിപാടിക്ക് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഫുള്ളാക്കിയിട്ട് പിന്നെ കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് അടുക്കളയ്ക്ക് പോകാമെന്ന് കരുതി നിന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിയും ബാക്കി സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ പുറത്ത് നോക്കിയപ്പോൾ നല്ല വെളിച്ചം, നല്ല സൺലൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്, നല്ല തെളിഞ്ഞ ആകാശം. ഞാൻ ഇതുവരെ അത് ചെയ്തുകൊണ്ട് നിന്നപ്പം ഒരു വെളിച്ചമില്ലേനു കേട്ടോ. ഞാനതൊന്ന് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി വീഡിയോ ഒക്കെ എടുക്കല്ലേ വിചാരിച്ച് ഡെസ്കിൻ്റെ മൂലക്കൽ വെളിച്ചമുള്ള ഭാഗത്ത് വെച്ചൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് തീർത്ത് ഇവിടെ വന്ന് 5 മിനിറ്റ് ആയപ്പോഴത്തേന് ഇരുട്ടും മൂടിയതൊക്കെ പോയിട്ട് നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിക്കണം, അന്നൊക്കെ നല്ല വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചം കണ്ടിട്ട് ഞാൻ പിറ്റേന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അന്ന് ഭയങ്കര മഴയും മൂടി കെട്ടിയ ദിവസമൊക്കെ കാരണം. ഇത് പിന്നെ ഞാൻ അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും ഷെയർ ചെയ്യണില്ല. കാരണം എത്ര ആൾക്കാർ ഇത് ഉണ്ടാക്കി നോക്കും എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നണില്ല. കാരണം എല്ലാവരും എപ്പോഴൊന്നും വാങ്ങണ ഐറ്റം അല്ലല്ലോ. ഞാനങ്ങനെ സ്നാക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും എന്ന് തോന്നണതിൻ്റെ റെസിപ്പിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയലുള്ളത്. ഞാൻ അധിക ഡേ ഇൻ മൈ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ഞാൻ ചെയ്യണത് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി നോക്കലുണ്ടല്ലോ, അതങ്ങനെ വരുന്നതാണ് കേട്ടോ. അതായത് എന്തെങ്കിലും വർക്കുള്ള ദിവസമാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കൽ. അതല്ലാണ്ട് സാധാരണ ഒരു വർക്കും ഇല്ലാത്ത എൻ്റെ സാധാ ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന് കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർക്കും ഇല്ലാത്ത സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ അതോ
കണ്ടാൽ ബോറടിക്കും എന്താണെന്നുള്ളത് വേണോ വേണ്ടോ എന്നുള്ളത് പറയണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു വർക്കൊന്നും ഇല്ലാത്തൊരു ഡേ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ മസാലയ്ക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം അതിക്ക് മീനൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫിഷും ചിക്കനും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഉമ്മാനോട് ക്ലീനാക്കി റെഡിയാക്കി വെക്കാൻ പറയും. എന്നിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ചിക്കനൊക്കെ പിന്നെ ഞാൻ ക്ലീനാക്കും, പക്ഷേ ഈ ഫിഷ് ഐറ്റംസൊക്കെ അധികം ഉമ്മ തന്നെയാണ് നന്നാക്കി തരലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പേരിയായിട്ട് കയ്പ്പങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സാധാരണ പോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് കയ്പ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യലുള്ളത് കുറച്ച് അധികം ഉപ്പിട്ടിട്ട് നല്ലോണം തിരുമ്മിയിട്ടൊരു 10-15 മിനിറ്റൊക്കെ അങ്ങനെ വെക്കും. എന്നിട്ട് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളം നല്ലോണം ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യലുള്ളത്. അല്ലെങ്കിൽ ഇത് സാധാരണ വെള്ളത്തിൽ മാത്രം ഒന്ന് വേവിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉപ്പേരിയാക്കി, അതായത് ഇങ്ങനെ കടുക് പൊട്ടിച്ചെടുത്താലും മതി. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ആയപ്പോത്തിന് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങനെ എണ്ണയിൽ വാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം അങ്ങനെ വന്നിട്ടുണ്ടാവും. അത് നല്ലോണം കളഞ്ഞതിന് ശേഷം ആ കൈപ്പങ്ങയും കൂടി ഇതിക്കിട്ടിട്ട് മിക്സ് ചെയ്യാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇനി ആ സൈഡിൽ നിന്ന് ആയിക്കോളും. അപ്പോൾ ഞാൻ മീൻ അപ്പുറത്ത് സ്റ്റവിൽ മാറ്റി വെച്ചിട്ട് അതും കൂടെ റെഡി ആവുന്നുണ്ട്. ഇനി ഞാൻ റൂമിൽ പോയിട്ട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ആ വേസ്റ്റൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഇനി കംപ്ലീറ്റ് ആയിട്ടൊന്ന് തുടക്കാനേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള റൂമും ഹാളും ഒക്കെ അമ്മ തുടച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ പണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ പണി എടുക്കണോണ്ട് എൻ്റെ റൂം അടിച്ചു തരാതെ തുടക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോണ്ട് എന്നുള്ളത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കെന്തും പണി ഇല്ലയെന്നുണ്ടെങ്കിലും ഉമ്മ തുടക്കുകയാണ് അടിച്ചു തരാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂം ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയും. ഞാൻ തന്നെയാണ് ചെയ്യലുള്ളത്. എനിക്ക് അതാണ് കൂടുതലിഷ്ടം. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. കാരണം കുറേ നേരമായിട്ട് ഇങ്ങനെ വൃത്തികേടായി കിടക്കുകയായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പം അതൊക്കെ ഏകദേശം റെഡിയായി കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലായിട്ട് ഞാൻ അതിൽ കുറച്ച് ഗരം മസാലയും കുരുമുളകും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഉപ്പേരിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇതും പിന്നെ കുക്ക് ചെയ്തിട്ടുള്ള കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കഴുകി വെക്കുകയാണ്. എനിക്കിങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിം കുക്ക് ചെയ്തിട്ടുള്ള പാത്രത്തിൽ തന്നെ വെക്കണത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വേറെ ഏതെങ്കിലും ചെറിയ പാത്രത്തേക്ക് മാറ്റും. അങ്ങനെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് കഴുകി വെക്കുകയാണ്. ഞാനിപ്പം കുക്ക് ചെയ്യാനെടുത്തിട്ടുള്ളതും പിന്നെ കുറച്ച് മുന്നത്തെ കുറച്ചൊന്ന് 2 പാത്രം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പാട്ട് ഓണാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അധികം അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു താളത്തിനനുസരിച്ചാണ് എൻ്റെ പണിയൊക്കെ നടക്കുക. അങ്ങനെ അതിൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷായി എൻ്റെ പ്രയറും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കറി ഉണ്ടായിരുന്നു. കറി ഞാൻ എടുത്തിട്ടില്ല, ചമ്മന്തി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.